അമ്മേ ശരണം, ദേവീ ശരണം. ചോറ്റാനിക്കരയിലെ പന്തിരടി പൂജയും സ്വർണ്ണഗോളകയും. ചോറ്റാനിക്കര അമ്മയ്ക്ക് നിത്യവുമുള്ള 5 പ്രധാന പൂജകളിൽ മൂന്നാമത്തെ പൂജയാണ് പന്തിരടി പൂജ. എതിർത്തുശിവേലി കഴിഞ്ഞ് ഏകദേശം രാവിലെ 7:15 പന്തിരടി പൂജയ്ക്ക് മേൽക്കാവ് നടയടയ്ക്കുന്നു. പന്തിരടി പൂജയ്ക്കാണ് അമ്മയെ സ്വർണ്ണഗോളക ചാർത്തി സർവാലങ്കാര സഹിതം ദർശിക്കാൻ സാധിക്കുന്നത്. സ്വയംഭൂ ശിലയിൽ സ്വർണ്ണഗോളക വച്ച് പട്ടുസാരി ഞൊറിഞ്ഞെടുത്ത് രുദ്രാക്ഷമാല, അതിവിശിഷ്ടമായ സ്വർണ്ണ പതക്കമാല, ശ്രീതിലകം, കേശാദിപാദ തുളസിമാല, തെച്ചിമാല, താമരമാല, മുല്ലമാല തുടങ്ങിയ അനേകം മാലകളും ചാർത്തി നെയ്വിളക്കിൻ്റെ പ്രഭയിൽ പന്തിരടി പൂജ. ശേഷം അത്താഴപൂജ വരെ ചോറ്റാനിക്കര അമ്മയെ ഭക്തർക്ക് ദർശിക്കാവുന്നതാണ്. സാധാരണ ദിവസങ്ങളിൽ ചാർത്തുന്ന സ്വർണ്ണഗോളകയിൽ ഇടംകൈ കൊണ്ടാണ് ദേവി ഭക്തരെ അനുഗ്രഹിക്കുന്നത്. വലംകൈ അഭയം നൽകുന്നു. മറ്റു കൈകൾ ശംഖുചക്രങ്ങൾ ധരിക്കുന്നു. എന്നാൽ കുംഭത്തിലെ മകം, ചോറ്റാനിക്കര മകം, വിഷുവിളക്ക്, തൃക്കാർത്തിക എന്നീ ദിവസങ്ങളിൽ വിശേഷമായ സ്വർണ്ണഗോളകയാണ് ചാർത്തുക. അതിൽ വലതു കൈ കൊണ്ടാണ് ദേവി അനുഗ്രഹിക്കുന്നത്. ഇടം കൈ അഭയം നൽകുന്നു. മറ്റു കൈകൾ ശംഖുചക്രങ്ങൾ ധരിക്കുന്നു. പൊതുവെ ചോറ്റാനിക്കര അമ്മയുടെ ചിത്രത്തിൽ സാധാരണ ദിവസങ്ങളിൽ ചാർത്തുന്ന ഗോളകയുടെ രൂപമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. വലതു കൈയിൽ ദേവിക്ക് താമരപ്പൂവ് സമർപ്പിച്ചിരിക്കുന്നത് കാണാവുന്നതാണ്. രാവിലെ ഏകദേശം 8 മണിയോടുകൂടി പന്തിരടി പൂജ കഴിഞ്ഞ് മേൽക്കാവ് നട തുറക്കും. ഭജനം പാർക്കുന്നവർക്കുള്ള ജപിച്ച പഞ്ചഗവ്യ നെയ്യ് ഈ സമയത്താണ് മേൽക്കാവിൽ നടയിൽ വിതരണം ചെയ്യുന്നത്. പന്തിരടിക്ക് അമ്മ സ്വർണ്ണഗോളക ചാർത്തി സൗന്ദര്യ ലഹരിയായി നിൽക്കുന്നു. ചോറ്റാനിക്കര അമ്മേ ശരണം.